ഹലോ. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. രാവിലെ തന്നെ നമ്മുടെ പച്ചപ്പും ഹരിതാപവും കുറച്ച് നേരം കണ്ടെന്നു. അതിനുശേഷം ദോശയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശയും തക്കാളി ചട്നിയായിരുന്നു. ഇന്ന് കുറച്ചധികം ജോലികളുള്ള ദിവസമാണ്. നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നേക്കുന്ന ദിവസമാണ്. അപ്പോൾ കുറച്ചധികം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ചോറിനുള്ള വെള്ളം വെച്ചു. അരി കഴുകിയൊക്കെ ഇട്ടു. ചോറ് അവിടെ റെഡിയായി. പിന്നെ എല്ലാം പെട്ടിലൊക്കെ വലിച്ചു വാരിയിട്ടേക്കണം. ഞാൻ പറഞ്ഞില്ല വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ കുറേ അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിടന്ന ബെഡൊക്കെ വേഗം വൃത്തിയാക്കിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല പൊടിയും എല്ലാം ഉണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ റോഡ് സൈഡൊന്നും അല്ല, എന്നാലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളാണ്. അപ്പോൾ അടിച്ച് വാരലും ഒക്കെ ഞാൻ വേഗം കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. കുറച്ചൊന്നും എടുത്തുമില്ല. നമുക്ക് ഒന്നാമത്തെ ഇങ്ങനെ ഡേ ഇൻ ലൈഫൊന്നും ചെയ്ത് ശീലമല്ലോ. അപ്പോൾ ഇനി ശീലമായിട്ടൊക്കെ വേണം നല്ല രീതിയിലൊക്കെ എടുക്കാൻ. അപ്പോൾ തുടക്കലും എല്ലാം കഴിഞ്ഞ് അലക്കാൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഇവിടെ വെച്ചിട്ട് കുറച്ച് നമ്മൾ മുറ്റത്ത് വെച്ചിട്ടു. പിന്നെ അന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം കറിയാക്കുമായിരുന്നു. സവാളയൊക്കെ ആയിട്ട് ചിക്കൻ കറിയൊക്കെ നമ്മൾ സാധാരണ വെക്കണ പോലെ സിമ്പിൾ ചിക്കൻ കറിയാണ് വെച്ചത്. വലിയ ഇതൊന്നുമില്ല, സാധാരണ ഒരു ചിക്കൻ കറിയാണ് വേഗം വെച്ചത്. പിന്നെ ചിക്കൻ നമുക്ക് എല്ലാവർക്കും വെക്കാനൊക്കെ അറിയാമല്ലോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ടു. കാരണം ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങിന് പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കുള്ള ചിക്കനാണ് വേവിക്കാൻ വെച്ചത്. ഇതിൽ ജസ്റ്റ് ഉരുളക്കിഴങ്ങും ഇട്ട് ചിക്കനും ഇട്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിക്കും. കുക്കറിലിട്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ അത് റെഡി. എന്നിട്ട് മിക്സിയിലിട്ട് നമ്മൾ പേസ്റ്റാക്കിയിട്ട് വെക്കും. എന്നിട്ട് കുറച്ച് കൊടുക്കും. എന്നിട്ട് പൂച്ചക്കുട്ടികളെ ഇറക്കി കൂട്ടിന്നവർ കൂട്ടിലാണ്. രാത്രിയൊക്കെ പകലാണ് നമ്മൾ വീട്ടിലേക്ക് അഴിച്ചു വിടുന്നത്. വന്ന പാടെ കട്ടിൻ്റെ ഇടയിലോട്ട് പോയി. ഒരാൾ കട്ടിൻ്റെ ഇടയിലോട്ട് പോയി. ഒരാൾ വന്ന് നിൽക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കണേണ്. ഇതാണ് നമ്മുടെ ജന്നക്കുട്ടിയാണ് ഇത്. കണ്ട, ഇവളുടെ മോളാണ് മറ്റേ വെള്ളപ്പൂ. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.